ദേശാഭിമാനികളുടെ സിരകളിൽ അഗ്നി പടർത്തുന്നതാണ് ഛത്രപതി ശിവജിയുടെയും മറാത്ത സാമ്രാജ്യത്തിൻ്റെയും കഥകൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഛത്രപതി സാംഭാജിയെ അറിയുന്നവർ കുറവ്. ഛാവ അഥവാ സിംഹക്കുട്ടി എന്ന വിക്കി കൗശൽ ചിത്രത്തിലൂടെ ഭാരതമൊന്നാകെ സാംഭാജി തരംഗം ആഞ്ഞടിക്കുകയാണ്. മകനെ, ഇതാണ് ആ സിംഹാസനം എന്നു പറഞ്ഞ ഭാരതത്തിന് ഒരു നാഥനെ ഉണ്ടാക്കി നൽകിയ സിംഹപരാക്രമി ഛത്രപതി ശിവാജിയുടെ പുത്രന്റെ കഥയാണ് ഛാവ. സ്വരാജ്യത്തിന്റെ നിർവചനവും സനാതന ഭരണരീതിയുടെ നിർവഹണവും ഛത്രപതി ശിവജിക്ക് ശേഷവും എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്നു സംഭാജി. മുഗൾ ഇന്ത്യയിൽ സനാതന ഭാരതത്തിന്റെ സ്വരാജ്യം പുനഃസ്ഥാപിക്കാൻ ജീവിതം സമർപ്പിച്ച വിജയിയായ ഒരു അച്ഛന്റെ തോറ്റുപോയ മകന്റെ കഥയാണ് ഛാവ. യുദ്ധത്തിലെ തോൽവി തോൽവിയല്ലെന്നും മനസ്സിന്റെ വിജയമാണ് യഥാർത്ഥ വിജയമെന്നും പ്രഖ്യാപിക്കുന്നു ഛാവ. കണ്ണ് ചൂഴ്ന്നെടുത്ത, നാവ് പിഴുതെടുത്ത 71 വയസ്സുകാരനായ ഔറംഗസീബിനെ വെല്ലുവിളിച്ച 30-കാരനായ മകൻ. സംഭാജി ഔറംഗസീബിനെ ഉറക്കം കെടുത്തുമ്പോൾ അയാൾക്ക് 23 വയസ്സ് മാത്രം പ്രായം. എന്നാൽ ചെറുതും വലുതുമായി സംഭാജി ജയിച്ച 127 യുദ്ധങ്ങളുടെ കഥയല്ല ഛാവ. തോറ്റുപോയവന്റെ ആദർശധീരതയുടെയും പോരാട്ടവീര്യത്തിന്റെയും വികാരപരമായ ആവിഷ്കാരമാണ് ഛാവ. അസാധ്യമായ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിച്ച അണിയറ ശില്പികൾ അഭിനന്ദനവും ആദരവും അർഹിക്കുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരിൽ പരാജയപ്പെട്ടെങ്കിലും പാരിൽ വിജയതിലകമണിഞ്ഞ നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥ പറയുകയാണ് ഛാവ. കണ്ണും നാവും അറ്റുപോയാലും സ്വധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പരമതാശ്രയ ജന്തുക്കളാവാതെ മരണം വരെ എങ്ങനെ സനാതനികളായി ജീവിക്കണമെന്ന് കാണിച്ചു തരികയാണ് ഛാവ. അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുന്ന പാളയത്തിൽ പടക്കാരെ സമചിത്തതയോടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാണിച്ചു തരുന്നു ഛാവ. ക്ലൈമാക്സിലെ ആ കവിതാ മത്സര രംഗത്തിന്റെ ആർദ്രതയും തീവ്രതയും അത്രയധികം ആത്മസ്പർശിയാണ്. കവി തൂ നമക് നഹി ചന്ദൻ ഹേ, തിലക് ബൻഗേ ഹമാരേ പേപ്പർ തൂ ചമക് രഹേ ഹേ എന്ന് പറയുന്ന രാജാവിന്റെ ഔന്നത്യം അറിയുമ്പോൾ കണ്ണീരണിയാതെ നമുക്ക് ആ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങാനാകില്ല. തോറ്റവന്റെ വിജയം അത്യുജ്വലമായി ആവിഷ്കരിച്ച അസാമാന്യ ചരിത്ര ചിത്രം, അതാണ് ഛാവ. ഒരു പർവ്വതത്തെ പോലെ അഭിമാനത്തോടെ മരണത്തെ സ്വീകരിച്ച ഒരു രാജാവ് ഇതുപോലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരിക്കാം. ഹൃദയഭേദകമായ പീഡനങ്ങൾക്കിടയിലും സംഭാജി മരണം തെരഞ്ഞെടുത്തു. പക്ഷേ ഒരിക്കലും ഔറംഗസീബിനെ വണങ്ങിയില്ല. അത്തരം ധീരരായ യോദ്ധാക്കളുടെ രക്തത്താൽ ചുവന്നു തുടുത്തതാണ് നമ്മുടെ ചരിത്രം. ഇത് വെറുമൊരു സിനിമയല്ലെന്ന് ഓർക്കുക. ധർമ്മത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കാൻ പരമമായ ത്യാഗം ചെയ്ത പൂർവികരുടെ ജീവിതമാണിത്. മതപരിവർത്തനത്തിനു പകരം മരണത്തെ സ്വീകരിച്ച് സ്വധർമ്മം പിന്തുടർന്നവരുടെ കഥ ഛാവ.